ജ്യോതികുമാർ ചാമക്കാല. ആദ്യം തന്നെ ഇതാ വലിയ വർദ്ധിത ആത്മവിശ്വാസത്തോടുകൂടി വീര്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യ സഖ്യം എത്തിയിരുന്നു. അത് നമുക്ക് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും കേവല ഭൂരിപക്ഷമായിട്ടില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങിയോ എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയും ഖാർഗെയും നേരത്തെ മറുപടി പറഞ്ഞിട്ടില്ല. ആ ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. ഭാവി പരിപാടികൾ എങ്ങനെ നോക്കൂ, ഇവിടെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഡിഫൻസിലായ BJP, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഗ്രസീവായി പൊളിറ്റിക്സ് നയിച്ച BJP, രാജ്യത്തിൻ്റെ ദേശീയതയെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ പോയ BJP, ആ BJPക്ക് ഏറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ റിസൾട്ട്. അത് മാത്രമല്ല, ഇതിനുശേഷം കുറേ എക്സിറ്റ് പോളുകാർ വന്നിരുന്നു. ഞങ്ങളാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കൂ, ഞങ്ങളാണ് ഇവിടുത്തെ ജനവിധി തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അണ്ണന്മാർ വന്നിരുന്നു. ഇപ്പോൾ അവരെങ്ങോട്ട് പോയെന്ന് കാണാനില്ല. ഒരാളെങ്കിലും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ജനവിധിയെ കൃത്യമായി വിലയിരുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇത് പെയ്ഡാണ്, ഇത് മോഡി പെയ്ഡായിട്ടുള്ള എന്താ പറയുക എക്സിറ്റ് പോൾ സർവേ ആണ് എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് വന്നിരിക്കാൻ. പക്ഷെ അങ്ങനെ പെയ്ഡ് ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകളാകുന്നുണ്ടല്ലോ. എൻഡിഎയുടെ കാര്യം നോക്കൂ, ബിജെപിയുടെ കാര്യം നോക്കൂ, താമര വിരിഞ്ഞു. അത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതാണ്. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ലീഡ് കണ്ടപ്പോൾ തിരുവനന്തപുരം കൈവിട്ടു പോയെന്ന ആശങ്കയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്. സംസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാം, അതിലേക്ക് മടങ്ങി വരാം, ഒരു തർക്കവുമില്ല. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇന്ന് ഞങ്ങൾക്ക് ഇരിക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു പോയി. ഇപ്പോൾ എന്നോടൊപ്പം ചർച്ചയിൽ പറയുന്ന ശ്രീ ഷാബു പ്രസാദ് തന്നെ ഇന്നലെ മറ്റൊരു ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞത് ആണ്ടി നല്ല അടിക്കാരൻ മാത്രമല്ല എന്ന്, ആണ്ടി മാത്രമല്ല പറയുന്നത്, അടി കൊണ്ടവനും പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആണ്ടിയെ തിരക്കി നടക്കുക ആളുകൾ. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്ന് രാവിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു പ്രധാനമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ പോലും അദ്ദേഹം എത്രയോ നേരം മണിക്കൂറുകളോളം അദ്ദേഹം പിന്നിട്ട് നിന്നു. അതും നരേന്ദ്രമോദിയെ പോലെ ഇവർ പറയുന്ന എന്താ ഞാൻ ദൈവത്തിൻ്റെ പ്രതീകമാണ്, ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹം മണിക്കൂറുകളോളം പിന്നിലായിരുന്നു. ഏറ്റവും അവസാനം ഉന്തി തള്ളി മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട്. പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി 2 നിയോജകമണ്ഡലത്തിലും അദ്ദേഹത്തിന് കിട്ടിയുള്ള ഭൂരിപക്ഷം പിന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. ഇവിടെ മറ്റൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, സ്മൃതി ഇറാനി. ആരുണ്ടടാ എനിക്ക് എന്നെ വെല്ലുവിളിക്കാൻ? നീയൊക്കെ എവിടെ പോയി? എന്താ രാഹുൽ ഗാന്ധി ഒളിച്ചോടിയത്? ഇങ്ങോട്ട് വാ, ഒന്ന് കാണട്ടെ, വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കൂ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ എവിടെ എത്തി? അപ്പോൾ ജനങ്ങളാണ് ഇപ്പോൾ മെജോറിറ്റിയിലേക്ക് ഒരുപക്ഷെ വരുന്നില്ല. പക്ഷെ ഒരു പ്ലാൻ ബി എന്തായാലും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ എന്തായാലും ഉണ്ടാകും. ആ പ്ലാൻ ബി വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷൻ പ്രധാനപ്പെട്ടത് ഒന്ന് JDU, 2 ചന്ദ്രബാബു നായിഡു ആണ്, TDP ആണ്. 2 ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷേ JDU ആയിരിക്കാം. പക്ഷേ JDUയിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഒന്നിൻ്റെ നിറം മാറുന്നത് പോലെ രേഖപ്പെടുത്തി നിങ്ങൾ തന്നെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടേക്ക് സമീപിക്കുന്നു. മാത്രമല്ല അവിടെ 16 അല്ലെ 14 2 പേരിലേക്ക് സമീപിക്കും. പക്ഷേ ഈ 98 സീറ്റുള്ള അല്ലെങ്കിൽ 100 അടുക്കുകയാണ് ആ സീറ്റുള്ള കോൺഗ്രസിന് അവിടെ ഒരു പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പോകുന്നു. കോൺഗ്രസ് വീണ്ടും ഒരു വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു അടയാളപ്പെടുത്തലായി മാറുന്നില്ലേ? പ്രതീക്ഷ, അതിനെക്കുറിച്ചൊക്കെ കാത്തിരിക്കൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ റിസൾട്ട് വന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത്തരത്തിൽ ഏതൊക്കെ രീതിയിലാണ് രാഷ്ട്രീയം ഉരുത്തിരിയുന്നതെന്ന് വരുന്ന മണിക്കൂറുകൾ നമുക്ക് ബോധ്യപ്പെടും. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് മസിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നടക്കാത്തതെന്നല്ലേ? ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പോൾ BJPക്ക് ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും, അപ്പോഴേ അറിഞ്ഞതല്ലേ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു. ഒരു കോൺഫിഡൻസ്. ഒറ്റ ചോദ്യം. ജ്യോതികുമാർ ചാമക്കാല വർഷങ്ങളായിട്ട് ഈ ഫ്ലോറുകളിൽ, മാധ്യമങ്ങളുടെ ഫ്ലോറുകളിൽ വന്നിരിക്കുന്ന കാരണം ഒരുപാട് ഇലക്ഷൻ ചർച്ചകളിലൂടെ താങ്കളുടെ ഒരു അനുമാനത്തിൽ ഇന്ത്യ മുന്നണി എന്തായിരിക്കാം ആലോചന? ഒരു സർക്കാർ ഉണ്ടാക്കുമോ? ഒരു മറുപടി പറഞ്ഞാൽ. അല്ല, അത് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഒരാളോ തീരുമാനിക്കേണ്ട വിഷയമല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു കക്ഷികളുടെ കൂട്ടായ്മയാണ്. നോക്കൂ, അതിനേക്കാൾ പ്രധാനം എന്തായാലും താങ്കൾ ഒരു കാര്യം സമ്മതിക്കുമല്ലോ, റിസൾട്ട് വന്നാൽ ഉടനെ രാഷ്ട്രപതിയെ തിരക്കി പോയി ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായാലും ഇല്ലെങ്കിലും പോയി കണ്ടുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ എന്ത് വേണം എന്ന കാര്യത്തിൽ പകച്ചു നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. എങ്ങോട്ടേക്ക് ആരെയൊക്കെയാണ് വിളിക്കുന്നത്? ആരെ വേണമെങ്കിലും ഞങ്ങൾ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJP എത്തിയല്ലോ. അതിന്റെ പിന്നിൽ ജനങ്ങളാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്. BJPയുടെ അഹങ്കാരം, ഇന്ത്യയിലെ ജനങ്ങളുടെ വിധിയെഴുത്താണ് നമ്മൾ കണ്ടത്. ഇന്ത്യ സഖ്യത്തിന് മിന്നുന്ന തിളക്കമുണ്ട്.